കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആണെങ്കിലും CPMൻ്റെ നേതൃത്വത്തിലുള്ള LDF ആണെങ്കിലും ഒരുപോലെ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് മോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. സാമാന്യ ജനങ്ങൾക്കിടയിൽ അന്നേരം ന്യായമായിട്ടൊരു സംശയം തോന്നും. ഒരേ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന രണ്ട് കൂട്ടർ പരസ്പരം പോരടിക്കുകയാണ് കേരളത്തിൽ. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളൊരു സംശയം തോന്നില്ലേ? രാജേഷ്, തെരഞ്ഞെടുപ്പ് വേറെ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഗവൺമെൻറ് വേറെ. ഉദാഹരണത്തിന് മൻമോഹൻ സിംഗിൻ്റെ ഒന്നാമത്തെ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അപ്പോൾ BJP വരാതിരിക്കാനാണ് 63 ഇടതുപക്ഷ MP-മാർ മൻമോഹൻ സിംഗിനെ പിന്തുണ കൊടുത്തത്. അത് ചില കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ ഒരു യോഗ്യത അതാണ്. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് ഞങ്ങളുടെ വലിയ നിർബന്ധമായിരുന്നു. വനവാസികൾക്ക് വനത്തിൻ്റെ അവകാശം അത് ഞങ്ങളാണ് അതിന് വേണ്ടി സോണിയാഗാന്ധി അത് എഗ്രി ചെയ്തു. ഞങ്ങൾ 3 കണ്ടീഷൻ സോണിയാഗാന്ധിയായിട്ട് വെച്ചു. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി. ഇത് 2-3 കാര്യങ്ങൾ ഇന്ത്യയിൽ ഒട്ടാകെ വന്ന ഒരു സാമൂഹ്യ മാറ്റത്തിന് ഞങ്ങൾ മുൻകൈ എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പിന്തുണ കൊടുക്കുന്നത്. അതിനവർ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ ഇരുട്ടിലാക്കിയിട്ട് അവർ വിദേശ രാജ്യങ്ങളുമായി ചില കരാറുകളുണ്ടാക്കി. അമേരിക്ക ന്യൂക്ലിയസ് കരാറുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. ഞങ്ങളടുത്ത് പറയാതെ ചെയ്ത് ശരിയല്ല. അങ്ങനെയാണ് ഞങ്ങളത് വിഡ്രായത്. പക്ഷേ തുടർന്ന് വന്ന മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് പൂർണ്ണ പരാജയമായിരുന്നു. അതാണല്ലോ BJP വന്നത്. BJP പറയുന്നത് ഇവിടെ പരസ്പരം മത്സരിച്ചിട്ട് രണ്ടുപേരും മോദിക്കെതിരെ കൈവോക്കാനാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ BJP വോട്ട് ചെയ്താൽ പോരെന്ന് അവർ ചോദിക്കും. മോഡിക്കെതിരെ ജനങ്ങൾ മുഴുവൻ കൈവോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പോയി കൈവോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നടന്ന ഉത്തരേന്ത്യയിൽ നടന്ന സംസ്ഥാനങ്ങളുടെ നിയമസഭാ എല്ലാ തെരഞ്ഞെടുപ്പിലും മോഡിയെ ആളുകളെ പുറത്താക്കി. അപ്പോൾ മോഡി ഞങ്ങൾ കൈവെക്കാതെ തന്നെ ജനങ്ങൾ കൈവെക്കി കൊണ്ട് നിൽക്കുകയാണ്. കാരണം അത്ര ദുസ്സഹമാണ് 5 കൊല്ലത്തെ ഭരണം. അത് ജനങ്ങളുടെ അനുഭവങ്ങളുണ്ട്. തൊഴിലില്ലായ്മയാണ് അദ്ദേഹം ഉയർത്തിയ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ കണക്ക് ലേബർ ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് ക്രമാതീതമായി തൊഴിലില്ലായ്മയുടെ നിരക്ക് ശതമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 2 കോടി തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 10 കോടി തൊഴിലവസരം. ഇപ്പോൾ ഈ ഡീമോൺസ്ട്രേഷൻ കൂടി വന്നതിന് ശേഷമാണ് വ്യാപകമായി ചെറുകിട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിലേറ്റവും രൂക്ഷമായ ഇന്ത്യയിലെ ഒരു സാമൂഹിക ദേശീയ പ്രശ്നമാണ്. രണ്ടാമത് അഴിമതി. അദ്ദേഹം ഒരുപാട് കോൺഗ്രസ്സുകാരെല്ലാം അഴിമതിയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റില്ല. ഇപ്പോൾ എന്താ സ്ഥിതി? പ്രതിരോധ വകുപ്പിൽ വിമാനം വാങ്ങുന്നതിന്, യുദ്ധവിമാനം വാങ്ങുന്നതിൽ ഗുരുതരമായ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ആളുകളെല്ലാം ശരിപ്പെടുത്തുക, CBIയെ പിരിച്ചുവിടുക, സുപ്രീം കോടതി ജഡ്ജിമാർ വന്ന് ഞങ്ങൾക്ക് നീതി നടത്താൻ നിവൃത്തിയില്ല എന്ന് പറയുക. അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ കൈകാര്യം ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമല്ല. അതെല്ലാം ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പാർലമെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. ഈ പ്രധാനമന്ത്രി എത്ര ദിവസമാണ് പാർലമെൻറ്റിലുണ്ടായിരുന്ന കഴിഞ്ഞ 5 വർഷത്തിനിടെ.